ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കത്തോലിക്ക സഭ ഓഗസ്റ്റ് 10 വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. പുരാതന റോമൻ സഭയിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന വിശുദ്ധരിൽ ഒരാളായിരുന്നു യുവ ഡീക്കനും ധീര രക്തസാക്ഷിയുമായിരുന്ന വിശുദ്ധ ലോറൻസ്. വിശുദ്ധരുടെ തിരുനാൾ ദിനങ്ങളുടെ റോമൻ ആവൃത്തി പട്ടികയിൽ വിശുദ്ധന്മാരായ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളുകൾക്ക് ശേഷം ഉന്നത ശ്രേണിയിൽ വരുന്നത് വിശുദ്ധ ലോറൻസിൻ്റെ തിരുനാൾ ദിനമാണ്. വിശുദ്ധ ലോറൻസിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ആധികാരികമായ വിവരണങ്ങളൊന്നും തന്നെ ലഭ്യമല്ലെങ്കിലും വിശുദ്ധൻ്റെ സഹനങ്ങളെക്കുറിച്ചുള്ള കണക്കിലെടുക്കപ്പെടാവുന്ന തെളിവുകളുണ്ട്. ഐതിഹ്യപരമായ വിവരണങ്ങളെക്കുറിച്ച് സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ ശിഷ്യനായിരുന്ന ലോറൻസിനെ അവൻ്റെ പ്രത്യേകമായ കഴിവുകളേക്കാൾ അധികമായി അവൻ്റെ നിഷ്കളങ്കത കാരണമാണ് പാപ്പ കൂടുതലായി ഇഷ്ടപ്പെട്ടത്. അതിനാലാണ് മാർപ്പാപ്പ അവനെ 7 ഡീക്കന്മാരിൽ ഒരാളാക്കിയതും ആർച്ച് ഡീക്കൻ പദവിയിലേക്ക് ഉയർത്തിയതും. ഇതിനാൽ തന്നെ ലോറൻസിന് അൽത്താര ശുശ്രൂഷ ദൗത്യവും പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വശത്തായി സ്ഥാനം നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ ദേവാലയ വസ്തുവകകളുടെ നോക്കി നടത്തിപ്പിനും ദരിദ്രരെ സഹായിക്കുവാനുമുള്ള ഉത്തരവാദിത്വവും ലോറൻസിൽ നിക്ഷിപ്തമായിരുന്നു. 253-260 കാലയളവിൽ വലേരിയൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് സിക്സ്റ്റസ് രണ്ടാമൻ മാർപ്പാപ്പയും തടവിലായി. തൻ്റെ ആത്മീയ പിതാവിനൊപ്പം രക്തസാക്ഷിത്വം വരിക്കുവാനുള്ള അതിയായ ആഗ്രഹത്തിന്മേൽ ലോറൻസ് പാപ്പയോട് ഇപ്രകാരം അപേക്ഷിക്കുകയുണ്ടായി: പിതാവേ, അങ്ങയുടെ മകനെ കൂടാതെ അങ്ങ് എവിടേക്ക് പോകുന്നു? അല്ലയോ പുരോഹിത ശ്രേഷ്ഠ, അങ്ങയുടെ ഡീക്കനെ കൂട്ടാതെ അങ്ങ് എവിടേക്കാണ് ധൃതിയിൽ പോകുന്നത്? സഹായികൾ ഇല്ലാതെ അങ്ങ് ഒരിക്കലും വിശുദ്ധ കർമ്മങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എങ്ങനെയാണ് അങ്ങയുടെ അപ്രീതിക്ക് പാത്രമായത്? എന്തു കാരണം കൊണ്ടാണ് എൻ്റെ ദൗത്യത്തിൽ ഞാൻ വിശ്വസ്തനല്ലെന്ന് അങ്ങേക്ക് തോന്നിയത്? ദേവാലയ ശുശ്രൂഷയ്ക്കായി അങ്ങ് തിരഞ്ഞെടുത്തത് ഒരു ഉപയോഗശൂന്യമായ ആളെയാണോ എന്ന് ഞാൻ ഉറപ്പിക്കുന്നതിനായി എന്നെ ഒരിക്കൽ കൂടി പരീക്ഷിക്കുക. നമ്മുടെ കർത്താവിനാൽ ചിന്തപ്പെട്ട രക്തം വഴി അങ്ങ് എന്നെ ഇതുവരെ വിശ്വസിച്ചുവല്ലോ. ഈ വാക്കുകൾ കേട്ട പാപ്പ ഇപ്രകാരം പ്രതിവചിച്ചു: എൻ്റെ മകനെ, ഞാൻ നിന്നെ മറന്നതല്ല. ഇതിലും വലിയ ഒരു യാതന കർത്താവിലുള്ള നിൻ്റെ വിശ്വാസത്തെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ ഒരു ദുർബലനായ വൃദ്ധനായതിനാൽ ദൈവം എനിക്കൊരു പരിഗണന തന്നതാണ്. പക്ഷേ വളരെയേറെ മഹത്വപൂർണമായൊരു വിജയം നിന്നെ കാത്തിരിക്കുന്നു. നീ കരയാതിരിക്കൂ. കാരണം 3 ദിവസങ്ങൾക്ക് ശേഷം നീയും എന്നെ അനുഗമിക്കും. ആശ്വാസദായകമായ ഈ വാക്കുകൾക്ക് ശേഷം അവശേഷിക്കുന്ന എല്ലാ ദേവാലയ സ്വത്തുക്കളും പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുവാൻ പാപ്പ അവനോട് നിർദ്ദേശിച്ചു. ഒരു റോമക്കാരൻ്റെ ഭവനത്തിൽ വച്ച് ലോറൻസ് തൻ്റെ ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കിക്കൊണ്ടിരിക്കെ ക്രസൻറ്റിയൂസ് എന്നു പേരായ ഒരു അന്ധൻ തന്നെ സുഖപ്പെടുത്തണമെന്ന ആവശ്യമായി വിശുദ്ധനെ സമീപിച്ചു. ദിവ്യനായ ആ ഡീക്കൻ അവൻ്റെ മേൽ ഒരു കുരിശടയാളം വരച്ചുകൊണ്ട് അവൻ്റെ കാഴ്ച അവന് തിരിച്ചു നൽകി. സിക്സ്റ്റസ് പാപ്പയുമായുള്ള ലോറൻസിൻ്റെ ബന്ധത്തിൽ നിന്നും വിശുദ്ധൻ ദേവാലയ സ്വത്തുക്കളുടെ സൂക്ഷിപ്പുകാരനായിരുന്നുവെന്ന് മനസ്സിലാക്കിയ അധികാരികൾ വിശുദ്ധനെ ബന്ധനസ്ഥനാവുകയും ഹിപ്പോളിറ്റൂസിൻ്റെ നിരീക്ഷണത്തിന് കീഴിലാക്കുകയും ചെയ്തു. ആ തടവറയിൽ വെച്ച് വിശുദ്ധൻ ലൂസിലസ് എന്നു പേരായ അന്ധനെയും മറ്റു നിരവധി അന്ധന്മാരെയും സുഖപ്പെടുത്തുകയുണ്ടായി. ഇതിൽ ആകൃഷ്ടനായ ഹിപ്പോളിറ്റൂസ് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയും ഒരു രക്തസാക്ഷിയാവുകയും ചെയ്തു. ദേവാലയ സ്വത്തുക്കൾ തങ്ങൾക്ക് അടിയറ വയ്ക്കണമെന്ന അധികാരികളുടെ ഉത്തരവിന്മേൽ വിശുദ്ധൻ അതിനായി 2 ദിവസത്തെ സമയം ചോദിച്ചു. വിശുദ്ധൻ്റെ ഈ അപേക്ഷ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് താൻ സഹായിച്ചിട്ടുള്ള സകല ദരിദ്രരെയും രോഗികളെയും ഹിപ്പോളിറ്റൂസിൻ്റെ ഭവനത്തിൽ വിശുദ്ധൻ ഒരുമിച്ച് കൂട്ടി. അവരെ ന്യായാധിപൻ്റെ പക്കലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ട് വിശുദ്ധൻ ഇപ്രകാരം പറഞ്ഞു: ഇതാ ദേവാലയത്തിലെ സ്വത്തുക്കൾ. തുടർന്ന് വിശുദ്ധനെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി. ചമട്ടുകൊണ്ടുള്ള അടികളും
മൂർച്ചയുള്ള തകിടുകൾ കൊണ്ടുള്ള മുറിവേൽപ്പിക്കലുകളും ഇതിൽപ്പെടുന്നു. അതിനിടയിലും വിശുദ്ധൻ കർത്താവായ യേശുവെ, ദൈവത്തിൽ നിന്നുമുള്ള ദൈവമേ, നിന്റെ ദാസൻ്റെ മേൽ കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. ഇതിന് ദൃക്സാക്ഷികളായ പലരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയുണ്ടായെന്നും റോമാനോസ് എന്ന പടയാളി വിശുദ്ധൻ്റെ മുറിവുകൾ മൃദുലമായ വസ്ത്രം കൊണ്ട് ഒരു മാലാഖ ഒപ്പുന്നതായി കണ്ടുവെന്നും പറയപ്പെടുന്നു. ആ രാത്രിയിൽ വിശുദ്ധന് വീണ്ടും ന്യായാധിപൻ്റെ മുമ്പിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഒട്ടും തന്നെ ഭയം കൂടാതെ വിശുദ്ധൻ ഇപ്രകാരം പ്രതിവചിച്ചു: ഞാൻ എൻ്റെ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയും അവനെ മാത്രമേ സേവിക്കുകയും ചെയ്യുകയുള്ളൂ. അതിനാൽ ഞാൻ നിങ്ങളുടെ പീഡനങ്ങളെ ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല. ഈ രാത്രി ഒട്ടും തന്നെ അന്ധകാരമില്ലാതെ പകൽ പോലെ തിളക്കമുള്ളതായി തീരും. തുടർന്ന് വിശുദ്ധനെ അവർ ചുട്ടുപഴുത്ത ഇരുമ്പ് പലകയിൽ കിടത്തി. പകുതി ശരീരം വെന്ത വിശുദ്ധൻ തൻ്റെ പീഡകരോട് പരിഹാസരൂപേണ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ ശരീരത്തിൻ്റെ ഈ വശം ശരിക്കും വെന്തു, ഇനി എന്നെ മറച്ചു കിടത്തുക. അവർ അപ്രകാരം ചെയ്യുകയും ചെയ്തു. വീണ്ടും വിശുദ്ധൻ അവരോട് പറഞ്ഞു: ഞാൻ പൂർണ്ണമായും വെന്തു പാകമായി, ഇനി നിങ്ങൾക്ക് എന്നെ ഭക്ഷിക്കാം. പിന്നീട് വിശുദ്ധൻ ദൈവത്തിന് ഇപ്രകാരം നന്ദി പ്രകാശിപ്പിച്ചു: കർത്താവേ, നിന്റെ അടുക്കൽ വരുവാൻ എന്നെ അനുവദിച്ചതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. വിമിനൽ കുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയ വിശുദ്ധൻ്റെ മൃതശരീരം ടിബുർത്തിനിയൽ പാതയിൽ അടക്കം ചെയ്തു. പിന്നീട് കോൺസ്റ്റന്റൈൻ്റെ കാലത്ത് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നിടത്ത് ഒരു ദേവാലയം നിർമ്മിക്കപ്പെട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ കർത്താവേ, വിശുദ്ധിയുടെ മാതൃകയായി വിശുദ്ധ ലോറൻസിനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അവൻ്റെ സദ്ഗുണമുള്ള ജീവിതം അനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ ലോറൻസ്, നിങ്ങൾ വളരെ വിശുദ്ധിയും പുണ്യവും ഉള്ള ഒരു ജീവിതമാണ് നയിച്ചത്. സന്യാസവേളയിൽ നിങ്ങളുടെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുവാൻ നിങ്ങൾ തിരഞ്ഞെടുത്തു. അപ്പോൾ നിങ്ങൾ അവൻ്റെ സഭയെ ആർച്ച് ബിഷപ്പായി സേവിക്കുവാൻ മനസ്സോടെ സമ്മതിച്ചു. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ആട്ടിൻകൂട്ടത്തെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിച്ചു. ഞങ്ങളുടെ എല്ലാ അപേക്ഷകളും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടുവരുവാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ലോകമെമ്പാടുമുള്ള സഭയും ശക്തവും ഊർജ്ജസ്വലവുമാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ ഇന്ന് പ്രത്യേകം ആവശ്യപ്പെടുന്നു. അവൻ ആവശ്യപ്പെടുന്ന ഏതു വിധത്തിലും ദൈവത്തെയും അവൻ്റെ സഭയെയും സേവിക്കുവാൻ ഞങ്ങൾ എപ്പോഴും സന്നദ്ധരായിരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഓരോ ദിവസവും നമ്മെ തന്നെ കൂടുതൽ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ ലോറൻസ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.